Hi guys, we are just saying goodbye to Samil and we are on our way back up the coast to Montenegro. We're going to stop off at... I forgot the name of it. Me too. Apparently we're staying with a little old lady who doesn't speak much English, but her place is really nice and she cooks really nice breakfast. So yeah, I'm not feeling very well today, so there might not be too much videos today, but... We've just gone to a shop and bought some water, and we are only like an hour away. So yeah, we'll let you know when we get there. നമ്മൾ തപ്പിയാൽ കാണൂല പറഞ്ഞിട്ടുണ്ട്. റൂമിൻ്റെ ഉണ്ട് ഒരാളെ അയച്ചിക്കണേ നമ്മളിപ്പം കണ്ടെത്താൻ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നൈസാ. ആർക്കും ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൂ, ബാക്കിയെല്ലാത്തിലും അടിപൊളിയാണ്. അവരെന്തൊക്കെ കഥ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാണില്ല എന്നുള്ളത് എനിക്കറിയാം. എല്ലാം യാന്ന് പറയുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ 19 യൂറോക്ക് എടുത്ത റൂമാണ്. ചീപ്പാണ്, പക്ഷേ ഇവിടെ റൂം കണ്ടൊന്നും അറിയില്ല എന്താ അവസ്ഥ. കണ്ടിട്ട് അടിപൊളിയുണ്ട്. Can see lot of chickens. Yeah. It's not wild chicken, honey. Must be their chicken. പക്ഷേ ഇത് വൈബാ. യൂറോപ്പിൽ വന്നാണ്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുക റൂമൊക്കെ പറയുമ്പോൾ അടിപൊളിയാവും. ഇവിടെയാണ് പറഞ്ഞ റൂമാണ് കണ്ടി 5 മിനിറ്റായി നടക്കണം. ചാണകമൊക്കെ മണക്കുന്നുണ്ട്. ആ കാണുന്നതാണോ പേരൊന്നൊരു ഡൗട്ടുണ്ട്. അവിടെ നമ്മൾ നിൽക്കണേ. Yeah. Oh yeah. Another cat there. Kitty? Hello. No. No meow. Thank you. Thank you. Lovely area. It's a nice room. Okay. Yeah. 10 chicken ഉണ്ടെന്നാ പറഞ്ഞത്. Yeah. Oh. Nice. They're cute. Yeah. Go, let's get our bags then. We'll be Yes. back in a minute. Come on then. Okay. Nice place. It's a really nice place. എനിക്കൊരു കേരളത്തിലൊക്കെ ഒരു ഫീലാണ് വരുന്നത്. ഇവിടെ അടിപൊളി ഫുള്ള് നമ്മളൊരു ഒരു എന്താ പറയുക, ഒരു കൃഷിൻ്റെ ഇടയിലൊക്കെ നിന്നിട്ട് അവിടെ വീടും ഒരു ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഫീലാണ്. നല്ല അടിപൊളി വൈബ്. Honey, what do you think about this? I really like it. It's nice to like be in the rural countryside rather than rural sea. Yes. It's a nice difference. And it's so pretty here. And I love how they have chickens and cats. It's like alive here. Yeah. ഞാനിപ്പോൾ ഉള്ളത് അൽബേനിയയിലാണ്. പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്താണ്. അപ്പം ഈ സ്ഥലത്തിൻ്റെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് Booking.com ഒരു റൂം ബുക്ക് ചെയ്താണ്ട് ഇങ്ങനെ വന്നതാണ്. ഈ സ്ഥലം കാണുമ്പോൾ നമ്മൾ ബോറത്ത് എന്ന് പറഞ്ഞിട്ട് മൂവി ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു സെറ്റപ്പാണ്. ഇവിടുത്തെ ആൾക്കാർ, പോലെ ഡ്രസ്സിൻ്റെ രീതി, ഫുള്ള് മൃഗങ്ങൾ, ചിക്കന് കാര്യങ്ങൾ, വേറൊരു വൈബ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു യൂറോപ്പ്. നല്ല രസമാണ് കാണാൻ നമുക്ക്. ഇനി നേരത്തെ അപ്പം ഫുഡ് കഴിക്കുന്നു നേരത്തെ. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുക. എന്താ കെടുത്തം. There was a picture of this cat. It's a
അവിടെ കോഴിക്കൾ ഫ്ലവേഴ്സ്. ചായ വേണമെന്നാണ് ചോദിച്ചത് എന്നാണ് തോന്നുന്നത്. എന്തായാലും വേണമെന്ന് പറഞ്ഞിരിക്കണേ. എന്താ കൊണ്ടുവരാൻ നോക്കുക. എന്നെ ടീ ഫ്ലേവേർഡ് ടീയാണ് കൊണ്ടുവന്നിരുന്നത്. ഫ്ലേവേർഡ് ടീ ഒരു കവറിൽ ടീ ആക്കിയിട്ട്. ഇവിടെ ബെറീസ് ഭയങ്കര സംഭവമാണ്, എല്ലായിടത്തും ബെറീസാണ്. അപ്പോൾ ഇതൊരു സീന് വിഷയ എക്സ്പീരിയൻസ്, ബെസ്റ്റ് എക്സ്പീരിയൻസ് വന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതും. Communist time bunker. Did you like your flowers? I think it's really pretty. Not flower. You like your flower? Yeah. എൻ്റെ എടുത്താണുള്ളത് 4 മിനിറ്റ് പാടുള്ളൂ. 4 minutes. അതാണ് ഇവിടുന്ന് കാണുമ്പോൾ നമുക്കറിയാം ഒരുപാട് ചരിത്രം ഉണ്ടൊരു സ്ഥലമാണെന്നുള്ളത്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. So we have just got to Berat and we're going to go walk around and find some dinner as I am hungry. So far Berat looks pretty historical. ബറാട്ടിലാണുള്ളത്. ഇതൊരു ഓൾഡ് ടൗൺ. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ആകെ ഒരു 15 മിനിറ്റ് ഡ്രൈവ് ഉള്ളേനി. അടിപൊളിയാണ്. എന്തൊക്കെ ട്രഡീഷണൽ പഴയ സാധനങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ബ്ലോക്ക് ഒന്ന് ട്രൈ ചെയ്യണം. ഇത് കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു ചർച്ചാണ് തോന്നുന്നത്. ചർച്ച് ഉണ്ട് അവിടെ. ഇവിടെ കണ്ട് നമ്മളവിടെ കയറാമെന്ന് വിചാരിച്ചിട്ട് ഒരു കാക്ക പുറത്തിരിക്കും. കൂടെ നടന്നു നോക്കി. അവിടെ ഫുള്ള് ടൂറിസ്റ്റാക്കും വേണ്ടിയിട്ടുണ്ട്. വില കൂടുതലെന്ന് മാത്രമല്ല, സാധനങ്ങൾ എന്താ പറയുക, ടൂറിസ്റ്റാക്കും വേണ്ടിയിട്ട് മാത്രം ഉണ്ടോ എനിക്ക് തോന്നാം. ആ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റെസ്റ്റോറൻറ്റ് തന്നെ പോകുമെന്ന് വിചാരിക്കുക. ചെറിയൊരു റെസ്റ്റോറൻറ്റാണ് നമ്മളെ ഇതിൽ കാണാം. ടൂറിസ്റ്റ് ആളൊന്നും അധികം ഇല്ല. ഇവിടെ തന്നെ പക്ക ട്രഡീഷണൽ സാധനങ്ങൾ. മറ്റൊടുത്ത് ട്രഡീഷണൽ സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഇത്രങ്ങാനും ഓപ്ഷൻസ് അവിടെ ഇല്ലേ. ഇനി അവിടെ ടൂറിസ്റ്റാക്കും വേണ്ടിയിട്ടുണ്ട് ആ മെയിൻ കാര്യങ്ങളേനി. അപ്പം ഇന്ന് ഇവിടെ ട്രൈ ചെയ്യാം. I really like the sound of this calf bean with potatoes. ഞാൻ ചായ ചോദിച്ചു. ഇവർക്ക് ചായ എന്താണെന്ന് മനസ്സിലായില്ല. എന്ത് ചായൻ്റെ ഓപ്ഷൻസ് കാണിച്ചിട്ട് നമുക്ക്. ഓക്കെ, ഇവിടെ ചായ ഇല്ല. പക്ഷെ അതെങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്നുണ്ട് നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ പതുക്കെ വെള്ളത്തിനൊക്കെ ചാടി. ആ ഒരു കാറും കൊണ്ട് കളിച്ചിട്ട് ബമ്പർ പറന്ന് വന്നു. ഭാഗ്യത്തിന് ആരും മേത്തടിച്ചില്ല. എനിവേ എല്ലായിടത്തും ഉണ്ട് പൊട്ടന്മാർ. You like chips, don't you? Yeah, I need lots of chips. A lot of food. Isn't it? It is a lot of food. Just like our last day here. Yeah? Honey, do you think you can eat all this food? I would if I had ketchup. We'll see without. You can ask ketchup. The traditional food, എന്താ പറയുക, കാഫിൻ്റെ ബ്രെയിൻ. കാഫ് ബ്രെയിൻ. ഓയിലിയാണ്, ടേസ്റ്റിയാണ്. ഐ ലൈക്ക് ഇറ്റ്. യു വാണ്ട് ട്രൈ കാഫ് ബ്രെയിൻ? ആണ് കാഫിൻ്റെ തിന്നൂലാണ്. ടോട്ടൽ ബില്ല് നമുക്കിപ്പോൾ ഒന്ന് എത്ര അറിയോ? 2200 ലേക്ക് എന്ന് വെച്ചാൽ ഒരു 22 പൗണ്ടോളം. പ്രശ്നമില്ല, നല്ല ഫുഡായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അധികം കഴിക്കാനില്ല. ഭയങ്കര ഓയിലാണ്. ഇവിടുത്തെ ഫുഡിലൊക്കെ ഒലിവ് ഓയിൽ ഇവർക്ക് വെറുതെ കിട്ടും തോന്നുന്നു. ഒലിവ് ഓയിൽ ഇട്ടിട്ട് ഇങ്ങനെ വരകുകയാണ് എല്ലാത്തിലും. പക്ഷേ നല്ലതാണ്. നമുക്ക് ഓയിലുണ്ടത് അയച്ച് ശീലമില്ലാത്തതുകൊണ്ടുണ്ടൊരു ബുദ്ധിമുട്ട്. ബറാത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. നൈറ്റ് നല്ല വ്യൂ ആണ്, സെറ്റ് വ്യൂ. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല കാഴ്ചകൾ, നല്ല ക്ലൈമറ്റ്. എനിക്ക് തോന്നുന്നത് എല്ലാവരും നടന്നിട്ടാണ് ഇങ്ങോട്ട് വരില്ല. ആരും അങ്ങനെ വല്ലാതെ കാറ് കൊണ്ടുവരില്ല. ഇവിടുത്തെ ആൾക്കാർ മാത്രമേ കാർ കൊണ്ടിട്ടുള്ളൂ തോന്നുന്നത്. ടൂറിസ്റ്റ് ആളെല്ലാവരും കാറോടെ വെച്ചാണ് നടന്നു വരുന്നത്. നമ്മൾ മാത്രമാണ് കാറ് കൊണ്ടുവന്നത് എന്നുള്ളൊരു തോന്നലില്ല. കാരണം എല്ലാവരും നടക്കണത് കാണാം. ഒരുപാട് കുറച്ച് കാറുകൾ മാത്രമേ ഇങ്ങോട്ട് വരുന്നുള്ളൂ. സത്യത്തിൽ അവിടെ ഒരുപാട് ആൾക്കാർ അടിയിലുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മളിവിടെ എത്തി. ഇവിടെ ഒക്കെ റെസ്റ്റോറൻറ്റ്സ്
Serbia.